അപ്പോൾ മോർണിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് ദുഃഖവെള്ളിയാണ്. മനുഷ്യരുടെ പാപങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത് യേശു കുരിശുമരണം വരിച്ച ദിവസം. ക്രൈസ്തവർക്ക് മാത്രമല്ല, ലോകത്തെ സർവ്വ മനുഷ്യർക്കും വെളിച്ചം പകരുന്ന അസാധാരണമായ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഈ ദിവസം. നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ സിനിമാ സംഘടനകളും കടുത്ത നടപടി സ്വീകരിച്ചേക്കും. ഷൈനിന്റെ വിശദീകരണം കൂടി കേട്ട ശേഷമാകും നടപടി. ഫിലിം ചേംബർ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, അമ്മ എന്നീ സംഘടനകൾക്കാണ് നടി വിൻസി അലോഷ്യസ് പരാതി നൽകിയിട്ടുള്ളത്. അതിനിടെ ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട ഷൈൻ ടോം ചാക്കോയ്ക്കായി അന്വേഷണം തുടരുകയാണ്. കൊച്ചിയിൽ നിന്ന് റാഫി കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റാഫി, ഷൈൻ എവിടെയാണ് എന്ന കാര്യത്തിൽ പോലീസിനൊരു വ്യക്തത ഈ ഘട്ടത്തിൽ വരുന്നുണ്ടോ? ഈ കാണാമറയത്തിരുന്നുകൊണ്ടും പോലീസിനെയും മാധ്യമങ്ങളെയും ഒക്കെ പരിഹസിച്ചുകൊണ്ടുള്ള ഇൻസ്റ്റാഗ്രാം റീലുകളൊക്കെ ഇന്നലെയും കണ്ടു. എന്താണ് പോലീസ് അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്? ഈ വിൻസിയുടെ പരാതിയിൽ സിനിമാ സംഘടനകൾ സ്വീകരിക്കാൻ പോകുന്ന നിലപാടെന്താണ്? കടുത്ത നടപടിയിലേക്ക് കടക്കുമെന്ന് സൂചനയുണ്ട്. അതിൻ്റെ പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് റാഫി? തീർച്ചയായും ഈ ഷൈൻ എവിടെയെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ പരിശോധനകൾ ഇന്നലെ മുതൽ ഉണ്ടായിരുന്നു. ഷൈനെ കണ്ടെത്തുക, ഒപ്പം തന്നെ ഷൈൻ ലഹരിയുമായാണോ ഹോട്ടൽ മുറിയിൽ നിന്ന് കടന്നു കളഞ്ഞതെന്ന വലിയൊരു സംശയം പോലീസിനുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുക, ഷൈനിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുക, ഷൈനിൽ നിന്ന് വിവരങ്ങൾ എടുക്കുക, ഇത്തരം കാര്യങ്ങളാണ് പോലീസിന്റെ മുന്നിൽ പ്രധാനമായുള്ളത്. ഈ ഷൈൻ ആ റൂമിലുണ്ട് എന്ന് അറിഞ്ഞിട്ടായിരുന്നില്ല പോലീസ് അവിടെ എത്തിയത്. പകരം അവിടെ ഒരു ലഹരി വിൽപ്പന അല്ലെങ്കിൽ ലഹരി ഉപയോഗം നടക്കുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹോട്ടൽ മുറിയിൽ പോലീസ് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തെ 5 ദിവസങ്ങൾ പോലീസ് നിരീക്ഷിച്ചിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു ആ പരിശോധന നടന്നത്. എന്നാൽ അവിടെ നിന്ന് ഈ ലഹരിയുമായി പുറത്തേക്ക് ഇറങ്ങിയോടിയാൽ അത് ഷൈനാണ് എന്ന് പിന്നീടാണ് വ്യക്തത വരുന്നത്. ഇതിൻ്റെ പിന്നാലെയാണ് ഷൈനെ തേടിയുള്ള പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചതും. ഇന്നലെ വൈകിട്ടാണ് ഷൈൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ തോതിലുള്ള വിമർശനവും പരിഹാസവുമായി രംഗത്തെത്തിയത്. സമൂഹ മാധ്യമങ്ങളിൽ വിവിധ പോസ്റ്റുകൾ ഷെയർ ചെയ്തുകൊണ്ടായിരുന്നു ഷൈൻ വിമർശനവും പരിഹാസവുമായി എല്ലാ മാധ്യമങ്ങൾക്കും ഒപ്പം തന്നെ സിനിമാ മേഖലയിലുള്ള ആളുകൾക്കുമെതിരെ രംഗത്തെത്തിയത്. എന്നാൽ ഷൈൻ എവിടെയെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. ഷൈനുമായി അടുത്തു നിൽക്കുന്ന വൃത്തങ്ങൾ പോലും ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഷൈനെ കണ്ടെത്തി തുടർ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ കാര്യങ്ങൾ. പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഷൈന് ലഹരിയുമായാണോ അവിടെ നിന്ന് കടന്നു കളഞ്ഞത് എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഒപ്പം തന്നെ വിൻസി അലോഷ്യസ് നൽകിയ പരാതിയിൽ സിനിമാ സംഘടനകൾ കടുത്ത നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഇന്നലെ തന്നെ വ്യക്തത വന്നതാണ്. അതിൽ കുറച്ചുകൂടി ഈ സംഘടനകൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിൻസി അലോഷ്യസ് ഈ സിനിമയുടെ ICCക്ക് നൽകിയ പരാതിയിൽ ഈ ICC ഷൈന് നോട്ടീസ് അയക്കാനുള്ള തീരുമാനം ഇന്നലെ തന്നെ എടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഇന്ന് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു മുതിർന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ, വനിതാ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് ഈ സിനിമയിൽ ICC രൂപീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഹൈദരാബാദിൽ നിന്നുള്ളൊരു അഭിഭാഷകനും ഈ ICCയിൽ അംഗമാണ്. ഇദ്ദേഹവുമായി ആലോചിച്ച ശേഷമായിരിക്കും ഈ വിൻസി അലോഷ്യസ് നൽകിയ പരാതിയിൽ ഈ ICCയുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാവുക. ഈ നടപടികൾക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെയും ഒപ്പം തന്നെ FEFCAയുടെയും പൂർണ്ണ പിന്തുണയുണ്ട്. ഒപ്പം തന്നെ അമ്മയുമായി ബന്ധപ്പെട്ട നടപടികളിലും ഇന്ന് നീക്കങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, റാഫി കരീം കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. തിരുവനന്തപുരം മുതലപ്പുഴയിൽ പ്രതിസന്ധി ഒഴിയുന്നില്ല. പൊഴിമുറിച്ചുള്ള താൽക്കാലിക പ്രശ്നപരിഹാരത്തിന് നാട്ടുകാർ വഴങ്ങാത്തതോടെയാണ് സർക്കാർ വെട്ടിലായിരിക്കുന്നത്. പ്രതിഷേധം തണുപ്പിച്ച ശേഷം തുടർ നടപടികൾക്കാണ് സർക്കാരിന്റെ നീക്കം. വീണ്ടും പ്രതിഷേധക്കാരുമായി സർക്കാർ തല ചർച്ചയ്ക്കും സാധ്യതയുണ്ട്. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഇന്നലെ മുതലപ്പുഴയിലെ നാടകീയമായ രംഗങ്ങൾ, നാട്ടുകാരുടെ പ്രതിഷേധം, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്താണ് സർക്കാർ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തുടർന്ന് ചെയ്യാൻ ആലോചിക്കുന്നത്? മന്ത്രി നേരിട്ട് ചർച്ച നടത്തണം എന്ന ആവശ്യം പ്രതിഷേധക്കാർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതിനുള്ള സാധ്യതയുണ്ടോ? റിജിത്ത്, മുതലപ്പുഴയിൽ സർക്കാർ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. കാരണം മുതലപ്പുഴയിൽ പൊഴി മുറിച്ചില്ലെങ്കിൽ ഒരു ചെറിയ മഴ ഇനി വന്നാൽ സമീപത്തെ മുതലപ്പുഴയ്ക്ക് ചുറ്റുമുള്ള 5 പഞ്ചായത്തുകളിൽ വെള്ളം കയറും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം പൊഴി മുറിക്കുക എന്നുള്ളതാണ് ആ ദുരന്തം ഒഴിവാക്കാൻ സർക്കാരിന് മുൻപിലുള്ള നടപടി. പക്ഷേ പൊഴി മുറിച്ചത് കൊണ്ട് മാത്രമായില്ല എന്നുള്ളതാണ് മുതലപ്പുഴക്കാരുടെ പരാതി. അതുകൊണ്ട് തന്നെ പൊഴി മുറിക്കുകയല്ല വേണ്ടത്, അവിടെ അഴിമുഖത്തടിഞ്ഞുകൂടിയ മുഴുവൻ മണലും നീക്കം ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത് എന്നുള്ളതാണ് മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അങ്ങനെ സ്വാഭാവിക
സ്വാഭാവികമായി മണൽ നീക്കം ചെയ്യുമ്പോൾ സ്വാഭാവികമായി പൊഴിമുറിയും. അങ്ങനെ പൊഴിമുറിയട്ടെ എന്നുള്ളതാണ് അവരുടെ നിലപാട്. പക്ഷേ അതിലെ പ്രശ്നം അങ്ങനെ പൊഴിമുറിക്കുകയാണെങ്കിൽ അതിന് കുറച്ച് കാലതാമസം വേണ്ടിവരും. പ്രത്യേകിച്ചും ഡ്രഡ്ജർ, ഇപ്പോൾ നിലവിൽ അവിടെയുള്ള പ്രവർത്തിപ്പിക്കുന്ന ഡ്രഡ്ജർ കൊണ്ട് മാത്രം കാര്യമില്ല. അതിന് പകരം കണ്ണൂരിൽ നിന്ന് മറ്റൊരു ഡ്രഡ്ജർ കൂടി എത്തിക്കണം. അതിന് ആ ഡ്രഡ്ജർ ഇവിടേക്ക് എത്താനുള്ള സമയമുണ്ട്. ഒപ്പം തന്നെ അത് ഇവിടെ ക്രമീകരിച്ച് അതിൻ്റെ പണി തുടങ്ങാനുള്ള സമയമുണ്ട്. മാത്രമല്ല അത്രയും വലിയ മണൽ നിക്ഷേപം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അത് ഏത് സമയത്ത് ചെയ്തു തീർക്കാം എന്നുള്ളതിലും സർക്കാരിന് ഒരു വ്യക്തതയില്ല. പക്ഷേ ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് പൊഴി മുറിച്ചാൽ പിന്നീട് അവിടേക്ക് അവർ തിരിഞ്ഞു പോലും നോക്കില്ല, സർക്കാർ സംവിധാനങ്ങൾ തിരിഞ്ഞു പോലും നോക്കില്ല എന്നുള്ളതാണ്. പൊഴി മുറിച്ചങ്ങ് പോകും. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അതുകൊണ്ട് സർക്കാർ തന്നെയാണ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത്. മാത്രമല്ല നേരത്തെ മന്ത്രി സജി ചെറിയാനുമായുള്ള ഒരു ചർച്ച നടത്തുകയും അത് പരാജയപ്പെടുകയും ചെയ്തിരുന്നു. പിന്നാലെ ഇന്നലെ ഉദ്യോഗസ്ഥർ വന്നതിന് ശേഷം വലിയ നാടകീയതകളൊക്കെ അവിടെ സംഭവിക്കുന്നതും കണ്ടതാണ്. അതുകൊണ്ട് ഇനി ഏതെങ്കിലും നിലയിലുള്ള ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചയ്ക്കോ മന്ത്രി സജി ചെറിയാനുമായുള്ള ചർച്ചയ്ക്കോ വഴങ്ങുന്നില്ല മത്സ്യത്തൊഴിലാളികൾ. പകരം മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തട്ടെ എന്നുള്ളതാണ് നിലപാട്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഇനി എന്ത് വേണമെന്നുള്ളത് തിരക്കിട്ട ആലോചനകളിലാണ്. പ്രത്യേകിച്ചും ഈ രണ്ടും ഒഴിവാക്കണം. ഒന്നാമത്തെ കാര്യം ഈ വെള്ളം കയറി സമീപ പഞ്ചായത്തുകളിൽ വെള്ളം കയറുന്നതുൾപ്പെടെയുള്ള ഭീഷണി ഒഴിവാക്കണം. ഒപ്പം തന്നെ ഇവർക്ക് മത്സ്യബന്ധനത്തിന് പോകുന്നതിനുൾപ്പെടെയുള്ള ക്രമീകരണങ്ങളും ഒരുക്കണം. നിലവിൽ ഇവർ പറയുന്നത് 4 ദിവസം കൊണ്ട് തന്നെ പൊഴി മുറിച്ച് മത്സ്യബന്ധനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിത്തരാം. അതിനുശേഷം ഡ്രഡ്ജർ എത്തുന്ന മുറയ്ക്ക് വളരെ വേഗത്തിൽ തന്നെ രാത്രിയും പകലും നിന്നുകൊണ്ട് മണൽ നീക്കവും ആരംഭിക്കാമെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൽ എടുക്കുന്നില്ല. അവരെ സംബന്ധിച്ച് അവർ പറയുന്നതിനും ന്യായമുണ്ട്. കാരണം സെപ്റ്റംബർ മാസം മുതൽ തന്നെ മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ ഒരു അപകടം വരുന്നു എന്ന് പറഞ്ഞതാണ്. പക്ഷേ അതിന് ഒരു വിധത്തിലുള്ള ഇടപെടലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ പറയുന്ന തീരുമാനങ്ങളെയും വാക്കുകളെയും അവരും വിശ്വസിക്കാത്തത്. എന്തായാലും ഇനി ഒരു ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഏതെങ്കിലും നിലയിലുള്ള പുരോഗതി ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ചർച്ചയില്ലാതെ മുതലപ്പൊഴിയിലേക്ക് എത്തിയാൽ വൈകാരികമായി പ്രതികരിക്കുന്നവരാണ് അവർ. അതുകൊണ്ട് തന്നെ അവർ വലിയ പ്രതിഷേധമുയർത്താൻ സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്കാകും സർക്കാരും ഇനി കടക്കുക. റിജിത്ത്. ശരി, സലീം മാലിക് വിശദമായ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവെക്കുകയായിരുന്നു. ഓണറേറിയം വർധന ആവശ്യപ്പെട്ട് ആശാ വർക്കേഴ്സ് നടത്തുന്ന നിരാഹാര സമരം 30ാം ദിവസത്തിലേക്ക്. സർക്കാരും നാഷണൽ ഹെൽത്ത് മിഷനും ഒത്തുകളിക്കുന്നു എന്നാണ് ആശമാരുടെ ആരോപണം. പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കാതെ ഹൈക്കോടതിയെ സർക്കാർ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും കഴിഞ്ഞ ദിവസം ആശമാർ കുറ്റപ്പെടുത്തിയിരുന്നു. അതേസമയം തുടർ ചർച്ചകൾ ഒഴിവാക്കി സമരത്തോട് മുഖം തിരിക്കുകയാണ് സർക്കാരും മുഖ്യമന്ത്രിയും. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ഇന്ന് മുർഷിദാബാദിലെ സംഘർഷബാധിത മേഖല സന്ദർശിക്കും. കലാപത്തിന്റെ ഇരകളുമായി ഗവർണർ സംസാരിക്കും. സാഹചര്യം നേരിട്ട് വിലയിരുത്തുന്നതിനു വേണ്ടിയാണ് ഗവർണറുടെ സന്ദർശനം. പ്രദേശത്തെ സ്ഥിതിഗതികൾ ശാന്തമാകും വരെ സന്ദർശനം നീട്ടിവെക്കണമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി ഗവർണറോട് ആവശ്യപ്പെട്ടിരുന്നു. കലാപബാധിതരായ ഒരു വിഭാഗം നാട്ടുകാരുമായി കഴിഞ്ഞ ദിവസം ഗവർണർ രാജ്ഭവനിൽ കൂടിക്കാഴ്ച നടത്തി. പ്രദേശത്ത് കേന്ദ്രസേനയുടെ സ്ഥിരമായ വിന്യാസം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ബംഗാളിലുണ്ടായ കലാപം സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. സമൂഹമാധ്യമങ്ങളിലെ വിമർശനങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മറുപടിയുമായി ദിവ്യ എസ് അയ്യർ. മഴ പെയ്തു കഴിഞ്ഞ് മരം പെയ്യുന്ന പോലെ മഴത്തുള്ളികൾ ചിലമ്പുന്നത് കേൾക്കുന്നു. തനിക്ക് ബോധ്യമുള്ളപ്പോൾ സ്നേഹാദരവ് അർപ്പിക്കുന്നത് പതിവാണ്. അത് പതയല്ലെന്നും തന്റെ ജീവിതപാതയാണെന്നും പരിഹാസരൂപേണയാണ് ദിവ്യ ഇൻസ്റ്റയിൽ മറുപടി നൽകിയിരിക്കുന്നത്. കോൺഗ്രസിൽ നിന്നും സമൂഹമാധ്യമങ്ങളിൽ നിന്നും ഉയർന്നുവരുന്ന വിമർശനങ്ങളിൽ പതറാതെ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ ദിവ്യ എസ് അയ്യർ. തിരുവനന്തപുരം കമലേശ്വരത്തെ വീട്ടിൽ കഞ്ചാവ് നട്ട് വളർത്തിയ അക്കൗണ്ട്സ് ജനറൽ ഓഫീസ് ഉദ്യോഗസ്ഥനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. AG ഓഫീസിലെ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ ജതിനാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ പിടിയിലായത്. വീടിന്റെ ടെറസിൽ നട്ട് വളർത്തിയ നിലയിലാണ് കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തത്. അക്കൗണ്ട്സ് ജനറൽ ഓഫീസിലെ ഉദ്യോഗസ്ഥരായ മറ്റ് 2 സുഹൃത്തുക്കൾക്കൊപ്പമാണ് രാജസ്ഥാൻ സ്വദേശിയായ ജതിൻ കമലേശ്വരത്ത് താമസിച്ചിരുന്നത്. കഞ്ചാവ് ചെടികൾക്കൊപ്പം പരിപാലിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങളും 2 പാക്കറ്റ് കഞ്ചാവ് വിത്തുകളും ജതിന്റെ മുറിയിൽ നിന്ന് എക്സൈസ് സംഘം കണ്ടെടുത്തിട്ടുണ്ട്. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ ലഹരിക്കും അക്രമത്തിനുമെതിരെ നടത്തുന്ന കേരള യാത്ര പര്യടനം തുടരുകയാണ്. യാത്ര കണ്ണൂരിൽ. അരുതക്രമം അരുതലഹരി എന്ന സന്ദേശവുമായി 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന SKN40 കേരള യാത്രയുടെ കണ്ണൂർ ജില്ലയിലെ പര്യടനം തുടരുകയാണ്. 2ാം ദിനമായ ഇന്ന് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ നിന്നാണ് ഗുഡ് മോർണിംഗ് വിത്ത് R. ശ്രീകണ്ഠൻ നായർ ഷോ തുടങ്ങുക. പൊതുജനങ്ങളും സാമൂഹിക രാഷ്ട്രീയ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഇന്ന് യാത്രയുടെ ഭാഗമാകും. മങ്ങാട്ടുപറമ്പ്, ചെറുതാഴം സെന്റർ, മാട്ടൂൽ സെൻട്രൽ ബീച്ച് എന്നിവിടങ്ങളിലും പര്യടനം നടത്തും.
തുടർന്ന് വൈകിട്ട് 6 മണിക്ക് പയ്യന്നൂർ ടൗൺ സ്ക്വയറിലാണ് ഇന്നത്തെ യാത്രയുടെ സമാപനം. കേരള യാത്ര നാളെ കാസർഗോഡ് ജില്ലയിലേക്ക് പ്രവേശിക്കും. അമേരിക്കയിലെ ഫ്ലോറിഡ സർവകലാശാലയിൽ വെടിവെപ്പ്. 2 പേർ കൊല്ലപ്പെട്ടു, 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അക്രമിയെ കസ്റ്റഡിയിലെടുത്തു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മധു, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ, വിശദാംശങ്ങൾ? മധു. ഗുഡ് മോർണിംഗ് ടി കെ രജിത്ത്. ഫ്ലോറിഡയിലെ ടെലഹസിയിലാണ് ഈ വെടിവെപ്പ് നടന്നത്. ഫ്ലോറിഡ സർവകലാശാലയിൽ നടന്ന ഈ വെടിവെപ്പിൽ 2 പേരാണ് കൊല്ലപ്പെട്ടത്. 6 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ നില ഗുരുതരമാണെന്നാണ് പോലീസ് ആദ്യം അറിയിച്ചെങ്കിലും ആശുപത്രി മെഡിക്കൽ റിപ്പോർട്ട് ഏറ്റവും ഒടുവിൽ വരുമ്പോൾ ഇവർ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് അവിടുത്തെ ഡോക്ടർമാർ പറയുന്നത്. കൊല്ലപ്പെട്ടവർ ഈ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളല്ല എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഈ വെടിവെപ്പ് നടത്തിയത് 20 വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥിയായ ഫീനിക്സ് ഇഗ്നർ ആണ്. ഈ വിവരമാണ് ലിയോൺ കൗണ്ടി പോലീസ് ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. ഇഗ്നറും പോലീസിന്റെ വെടിയേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇഗ്നറിന്റെ ഈ മാതാവ് ഡെപ്യൂട്ടി ജെസിക്ക ഇഗ്നർ ആണ്. അവരൊരു പോലീസ് ഓഫീസറായിട്ട് സേവനം അനുഷ്ഠിച്ചിരുന്നതിനാൽ അവർ വാങ്ങിയ ഒരു സർവീസ് ഗണ്ണാണ് ഈ വെടിവെപ്പിനായി ഉപയോഗിച്ചതെന്നാണ് കരുതുന്നത്. കൊല്ലപ്പെട്ടവരുടെ വിവരം ഇതുവരെയും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. വെടിവെപ്പിനെ കുറിച്ച് ഡൊണാൾഡ് ട്രംപിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഭീകരവും ഭയാനകവും എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഈ വെടിവെപ്പിനെ കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. ഈ വെടിവെപ്പ് നടക്കുമ്പോൾ മുന്നറിയിപ്പ് അലാറം നൽകിയത് മൂലം വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും ഒക്കെ സുരക്ഷിത സ്ഥാനങ്ങളിൽ അഭയം തേടുവാൻ സാധിച്ചു. മുൻകരുതൽ എന്നുള്ള നിലയിൽ വെള്ളിയാഴ്ചയും ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന എല്ലാ ക്ലാസുകളും ഈ യൂണിവേഴ്സിറ്റിയിൽ റദ്ദാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 44,000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ഈ ഫ്ലോറിഡ യൂണിവേഴ്സിറ്റി. റീജിയൻ. ശരി, അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. വെടിവെപ്പിൽ 2 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. അക്രമിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒരമ്പലത്തിലെ ഉത്സവത്തിന് തുടർച്ചയായി 5 പതിറ്റാണ്ട് മേളത്തിന്റെ ഭാഗമാകുക. അത്തരമൊരു ഭാഗ്യം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് വാദ്യകലാകാരൻ തിരുവല്ല രാധാകൃഷ്ണൻ. കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രത്തിലാണ് തിരുവല്ല രാധാകൃഷ്ണൻ തുടർച്ചയായി 50 വർഷം മേളക്കാരനായത്. പതിനാറാം വയസ്സിൽ ഗുരുവായൂർ ക്ഷേത്രവാദ്യകലാ വിദ്യാലയത്തിൽ നിന്നാണ് തിരുവല്ല രാധാകൃഷ്ണൻ ക്ഷേത്രമേളങ്ങൾ പഠിച്ചത്. തിരുവേഗപ്പുറ രാമപൊതുവാളായിരുന്നു ഗുരു. പിന്നീടിങ്ങോട്ട് വാദ്യകലയ്ക്കായി മാറ്റിവെച്ചു ജീവിതം. കേരളത്തിലെ പ്രമുഖ ഉത്സവങ്ങളിലെല്ലാം സ്ഥിര സാന്നിധ്യം. തളി മഹാക്ഷേത്ര ഉത്സവത്തിലെ മേളത്തിന്റെ ഭാഗമാകാൻ തുടങ്ങിയിട്ട് തുടർച്ചയായ 50 വർഷം. വർഷമായി തളി ക്ഷേത്രത്തിലെ മേളപ്രമാണിയാണ്. 34 വർഷം തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായി. 50 വർഷം ഇപ്പോൾ ഇവിടെ തികയുന്നു. അടുത്ത വർഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ 50 വർഷമാവും. കാരണം ഒരു കൊല്ലം മുമ്പേ ഞാനിവിടെ അരങ്ങേറ്റത്തിന് മുമ്പേ ആശാൻ്റെ കൂടെ ഇവിടെ വന്നു. അതുകൊണ്ട് ഇവിടെ 50 ആകുന്നു. അവിടെ അരങ്ങേറ്റം കഴിഞ്ഞിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആകുന്നു. അപ്പോൾ അടുത്ത 50 വർഷമാകും അവിടെ. അതൊരു മഹാഭാഗ്യം തന്നെയാവും. എൻ്റെ നാട് പോലെ തന്നെ ഇവിടെ കണക്കാക്കുന്നത്. എല്ലാവരും എന്നോട് അങ്ങനെ സഹകരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെ മേളത്തിന് നിൽക്കണം എന്നുള്ള ഒരു അഭിപ്രായം കൂടി ഇങ്ങനെ വരുന്നുണ്ട്. KSRTCയിലെ ജോലിക്കിടയിലും വാദ്യകലയെ നെഞ്ചോട് ചേർത്തു. ആ കഠിന പ്രയത്നത്തിന് നിരവധി അംഗീകാരങ്ങളും ലഭിച്ചു. സംഗീത നാടക അക്കാദമിയുടെ കലാപ്രതിഭാ പുരസ്കാരം, തളി മഹാക്ഷേത്രം സാമൂതിരി രാജവക സുവർണമുദ്ര, കേരള കലാമണ്ഡലം ഗുരുസ്മരണ അവാർഡ്, കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമി അവാർഡ് എന്നിവ അംഗീകാരങ്ങളിൽ ചിലതു മാത്രം. അമേരിക്ക ആസ്ഥാനമായ കിങ് സർവകലാശാല ഡോക്ടറേറ്റും നൽകി ആദരിച്ചിട്ടുണ്ട്. 24 കോഴിക്കോട്. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മയിൽ ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുകയാണ്. വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും നടക്കുന്നു. മലയാറ്റൂരിലേക്ക് ഭക്തരുടെ വലിയ തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. YS അഭിനന്ദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് മലയാറ്റൂരിൽ നിന്ന്. അഭിനന്ദ്, തീർത്ഥാടകരുടെ വലിയ തിരക്ക് പൊതുവായി നോക്കുകയാണെങ്കിൽ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ, കുരിശിന്റെ വഴി. ക്രിസ്തുവിന്റെ പീഡാനുഭവവും കുരിശുമരണവും അനുസ്മരിച്ച് ദേവാലയങ്ങളിൽ നിന്ന് ദുഃഖവെള്ളി ആചരിക്കുക. ഓശാന ഞായർ മുതൽ ഇങ്ങോട്ടേക്കുള്ള എല്ലാ ദിവസങ്ങളിലും വിശുദ്ധ വാരത്തിൽ കൃത്യമായി തന്നെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ഇവിടെ എത്തുന്നുണ്ടായിരുന്നു. മലയാറ്റൂരിനെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ഓശാന ഞായർ മുതൽ ഇങ്ങോട്ടേക്ക് വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി നിരവധി തീർത്ഥാടകരായിരുന്നു ഇവിടെ എത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം
ദുഃഖവെള്ളിയാണ്. യേശുവിന്റെ പീഡാനുഭവങ്ങളെ അനുസ്മരിക്കുന്ന 14 സംഭവ സ്ഥലങ്ങളുണ്ട്. 14 കുരിശു വഴികളിലൂടെ ആയിരിക്കും യാത്ര ചെയ്യുക. അടിവാരം മുതൽ കുരിശുമൂടി വരെയുള്ള ഏതാണ്ട് ഈ 14 സംഭവ സ്ഥലങ്ങളിലും കൃത്യമായി തന്നെ ഇവർക്ക് വേണ്ടുന്ന ജലം, മറ്റ് സാധനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. പ്രത്യേക പ്രാർത്ഥനകളും ഇതിനോടകം നടക്കും. എറണാകുളം ജില്ലയുടെ പല പള്ളികളിലും പെസഹാവേളത്തോടനുബന്ധിച്ചും ദുഃഖവെള്ളിയോടനുബന്ധിച്ചുമുള്ള പ്രാർത്ഥനകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദുഃഖവെള്ളിയെ സംബന്ധിച്ചുള്ള മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടലായിരിക്കും കോലഞ്ചേരി പള്ളിയിലെ ദുഃഖവെള്ളി ശുശ്രൂഷകളിൽ കാർമ്മികത്വം വഹിക്കുക. കറുപ്പുറ്റി മൗണ്ട് കാർമലിൽ മാർ ജോർജ് ആലഞ്ചേരി കാർമ്മികത്വം വഹിക്കും. ഈ പെസഹാവേളത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് എറണാകുളം ജില്ലയിലെ കപ്പല് പള്ളി. ദുഃഖവെള്ളിയിലെ ശുശ്രൂഷകൾ ഇന്ന് വൈകിട്ടോടുകൂടിയായിരിക്കും ആരംഭിക്കുക. വരാപ്പുഴ അതിരൂപത മേജർ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലായിരിക്കും കാർമ്മികത്തിനായി കർമ്മങ്ങൾക്കായി നേതൃത്വം നൽകുക. എന്തായാലും മലയാറ്റൂരിനെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ദുഃഖവെള്ളിയുടെ ഭാഗമായി നിരവധി തീർത്ഥാടകർ പല ഭാഗത്തുനിന്നും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി, അഭിനന്ദ്, YS അഭിനന്ദ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. അഭിനന്ദ് മലയാറ്റൂരിൽ നിന്നുള്ള വിവരങ്ങളും ഒപ്പം പൊതുവായി പള്ളികളിലെ ചടങ്ങുകൾ, കുരിശിൻ്റെ വഴി, അതിൻ്റെ വിശദാംശങ്ങളും പങ്കുവയ്ക്കുകയായിരുന്നു. വേനൽ കടുക്കും മുമ്പേ വയനാട് കബനി നദിയിലെ ജലനിരപ്പ് താഴ്ന്നു. ബീച്ചനഹള്ളി ഡാം തുറന്നതാണ് പ്രധാന കാരണം. ഇടമഴ ലഭിച്ചെങ്കിൽ പുൽപ്പള്ളി, മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിലെ കുടിവെള്ള വിതരണത്തെ അടക്കം ഇത് ബാധിക്കുമോ എന്ന വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കർണാടക ബീച്ചനഹള്ളി അണക്കെട്ട് തുറന്നു. ഇതോടുകൂടി കബനിയിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു. നദിയിൽ പാറക്കൂട്ടങ്ങൾ തെളിഞ്ഞ അവസ്ഥയാണുള്ളത്. ഇതോടെ ഈ മേഖലയിലെ കുടിവെള്ള പദ്ധതികൾ പ്രതിസന്ധിയിലാകുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കബനി നദി വരളാൻ ഇനി അധിക നാൾ വേണ്ടിവരില്ല. ബംഗളൂരു നഗരത്തിലേതടക്കമുള്ള കുടിവെള്ള വിതരണത്തിനും കൃഷി ആവശ്യങ്ങൾക്കുമായി ബീച്ചനഹള്ളി ഡാം തുറന്നതോടെയാണ് നീരൊഴുക്ക് താഴ്ന്നത്. പുൽപ്പള്ളിയും മുള്ളൻകൊല്ലിയും അടക്കമുള്ള പ്രദേശങ്ങളിലെ കുടിവെള്ള വിതരണത്തിന് ആശ്രയമാണ് കബനിയും കൈവഴികളും. ഇത് വറ്റി വരണ്ടാൽ പ്രതിസന്ധിയുടെ ആഴമേറും. കബനിയിലെ നീരൊഴുക്ക് കുറയുമ്പോൾ സമീപത്തെ ജലസ്രോതസ്സുകളെയും കിണറുകളെയുമെല്ലാം ഇത് ബാധിക്കും. ഏപ്രിൽ മാസം പകുതിയായിട്ടേ ഉള്ളൂ. ഇപ്പം തന്നെ വെള്ളത്തിൻ്റെ നില ക്രമാതീതമായിട്ട് ഒത്തിരി കഴിഞ്ഞ വർഷത്തേക്കാളും താന്നിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരുമാതിരി നല്ല മഴ ലഭിച്ചുകൊണ്ട് വെള്ളം ഈ പാറക്കെട്ടുകളൊന്നും കാണത്തില്ലായിരുന്നു. എന്നാലിപ്പോൾ ഈ വേനൽ തുടങ്ങിയപ്പോൾ തന്നെ അവിടുത്തെ പാറക്കെട്ടുകളെല്ലാം തെളിഞ്ഞു തുടങ്ങി. അതോടൊപ്പം തന്നെ കുടിവെള്ളത്തിൻ്റെ സ്രോതസ് പരിധി പ്രദേശങ്ങളിലെല്ലാം കിണറുകളിലൊക്കെ വെള്ളത്തിൻ്റെ നില താന്നു തുടങ്ങി. കൃഷിയെല്ലാം കരിഞ്ഞു തുടങ്ങി. ഇതിനെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നവരുണ്ട്, കുടിവെള്ളം ആശ്രയിക്കുന്നവരുണ്ട്. അതിൻ്റെയൊക്കെ നില വലിയ പരങ്ങളിലാണ്. കഴിഞ്ഞ വർഷം മുള്ളൻകൊല്ലി, പുൽപ്പള്ളി പഞ്ചായത്തുകൾ സംയുക്തമായി ജനകീയ പങ്കാളിത്തത്തോടെ മരക്കടവിൽ താൽക്കാലിക തടയണ സ്ഥാപിച്ചാണ് പ്രതിസന്ധിയെ നേരിട്ടത്. വേനലിന്റെ തുടക്കം തന്നെ ഈ വിധമാണ് സ്ഥിതിയെങ്കിൽ പ്രതിസന്ധിയുടെ ആഴമേറുമോ എന്നാണ് ആശങ്ക. മനു ദാമോദറിനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. ഇടമഴ ലഭിച്ചില്ല എങ്കിൽ പുൽപ്പള്ളി, മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിലെ കുടിവെള്ള വിതരണത്തെ അടക്കം ഇത് ബാധിക്കുമോ എന്ന വലിയ ആശങ്ക നിലനിൽക്കുകയാണ്. കുരിശിൻ്റെ വഴി പ്രമേയമാക്കി ഇൻഡോ ജർമ്മൻ സംരംഭമായ സെവൻത്ത് പ്രാം പ്രൊഡക്ഷൻസിൻ്റെ നേതൃത്വത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചിത്രം ക്രക്സ് ഉടൻ പുറത്തിറങ്ങും. മലയാളിയായ ലിയോ ടി ദേവസിയാണ് ചിത്രത്തിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ. ചരിത്രത്തിലാദ്യമായാണ് കുരിശിൻ്റെ വഴി AI സാങ്കേതിക വിദ്യയിൽ ദൃശ്യവൽക്കരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ മരണവും അതിനു മുൻപായുള്ള പീഠാനുഭവങ്ങളുമാണ് ചിത്രത്തിൻ്റെ ഉള്ളടക്കം. സെവൻത്ത് പാം പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ നിർമ്മിക്കുന്ന ചിത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഡോക്ടർ മേരി കള്ളിയത്തും പ്രൊജക്ട് ഡിസൈനർ ഫാദർ ജിജി വട്ടപ്പറമ്പിലുമാണ്. IPL ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സ് പോരാട്ടം. രാത്രി 7:30 ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. പോയിന്റ് പട്ടികയിലെ 1ാം സ്ഥാനം ലക്ഷ്യമിട്ടാണ് ഇരു ടീമുകളും ഇറങ്ങുന്നത്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ്. കഴിഞ്ഞ 17 സീസണിലും കാണാത്ത തരത്തിൽ ഇത്തവണ ഉജ്ജ്വല പ്രകടനം നടത്തുമ്പോഴും സ്വന്തം തട്ടകത്തിലെത്തിയാൽ കളി മറക്കും. സീസണിൽ RCB തോറ്റ 2 കളിയും ഹോം ഗ്രൗണ്ടായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ. തിണ്ണമിടുക്കില്ലാത്തവരെന്ന ചീത്തപ്പേര് ഇന്ന് മാറ്റാമെന്ന പ്രതീക്ഷയിലാണ് രജത് പാട്ടീദാറും സംഘവും. 248 റൺസുമായി ടൂർണമെന്റിലെ തന്നെ റൺവേട്ടക്കാരിൽ മുൻനിരയിലുള്ള വിരാട് കോഹ്ലിയാണ് RCBയുടെ പ്രധാന ബാറ്റിംഗ് കരുത്ത്. ഫിൽ സാൾട്ട്, രജത് പാട്ടീദാർ, ദേവദത്ത് പടിക്കൽ തുടങ്ങിയവരും മികച്ച ഫോമിൽ. ജോഷ് ഹേസൽവുഡ്, ഭുവനേശ്വർ കുമാർ, യാഷ് ദയാൽ പേസ് ത്രയവും RCBക്ക് കന്നിക്കപ്പിന്റെ പ്രതീക്ഷകൾ നൽകുന്നു. കൊൽക്കത്തയ്ക്കെതിരായ ചരിത്രജയത്തിന്റെ ചൂടിലാണ് പഞ്ചാബ് കിങ്സ്.
111 റൺസ് പ്രതിരോധിച്ച ശ്രേയസും സംഘവും നേടിയത് IPL ചരിത്രത്തിലെ തന്നെ ഡിഫൻഡ് ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ സ്കോറിന്റെ റെക്കോർഡ്. 4 വിക്കറ്റുമായി കൊൽക്കത്തയ്ക്കെതിരായ കളി കീഴ്മേൽ മറിച്ച യുസ്വേന്ദ്ര ചഹലാണ് ഇന്നും പഞ്ചാബിന്റെ തുറുപ്പ് ചീട്ട്. 51 വിക്കറ്റുകളുള്ള RCB മുൻതാരമായ ചഹലിന്റെ പേരിലാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റുകളുടെ റെക്കോർഡ്. പവർ ഹിറ്റർമാരാൽ സമ്പന്നരായ 2 ടീമുകൾ മുഖാമുഖമെത്തുമ്പോൾ ചിന്നസ്വാമിയാൽ റെക്കോർഡ് സ്കോർ പോലും ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്പോർട്സ് ഡെസ്ക് 24. ഈ റിപ്പോർട്ടോടുകൂടി മോർണിംഗ് ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്.